ഹായ് ഓൾ വാമനസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ എന്താണ് എക്സാമിനേഷന് വരാൻ പോകുന്നത്, ഇപ്പോൾ ഏതൊക്കെ ഏരിയകൾ വരുന്നുണ്ട്, ആ ഏരിയയിൽ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അതിൽ തന്നെ ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഏരിയകൾ എന്തൊക്കെയാണ്, ഇംഗ്ലീഷിൽ എന്തിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സ്റ്റൈല് കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെ തയ്യാറെടുപ്പ് തുടങ്ങാനുള്ള സമയമായി. അതാണ് എനിക്ക് തുടക്കത്തിൽ തന്നെ പറയാനുള്ളത്. അതല്ലാതെ ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വരാൻ ഇത്രയും സമയമെടുക്കും, അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം അടുത്ത മാർച്ചൊക്കെ ആകുമ്പോഴേക്കും തയ്യാറെടുത്താൽ മതി, അങ്ങനെ ചിന്തിക്കാതെ ഇപ്പം തന്നെ നിങ്ങൾ തയ്യാറെടുപ്പുകളിലേക്ക് വരണം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനൊപ്പം നിങ്ങൾക്ക് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാമിനേഷന് പൊതുവിൽ കാണാറുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കോമ്പണൻറ്റിൽ ക്ലീയിൽ എന്തൊക്കെ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരിക. ഞാൻ ആദ്യം ഇതിനെ പ്രധാനമായിട്ട് 2 ഹെഡ്സിലേക്ക് തിരിക്കാം. ഒന്ന് ഇംഗ്ലീഷിലെ ഗ്രാമർ പോർഷൻസ് ആണ്. ഗ്രാമർ പോർഷനിൽ നിന്നും പ്രധാനമായിട്ടും ഏതൊക്കെ ഏരിയാസ് നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഇത് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് വൊക്കാബുലറി സൈഡ്. വൊക്കാബുലറി ആംഗിളിൽ നിന്നും ഏതൊക്കെ പെർസ്പെക്റ്റീവിൽ ഏതൊക്കെ ടോപ്പിക്സ് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഈ 2 പോയിന്റ്സിൽ ക്ലാരിറ്റി ഉണ്ടായാൽ തന്നെ എക്സാമിനേഷനിൽ ഇംഗ്ലീഷിൻ്റെ ഏരിയ നിങ്ങളുടെ കയ്യിൽ നിൽക്കും. കാരണം നിങ്ങൾക്ക് പറയാം ഗ്രാമറിൽ ഇന്ന ഏരിയ എന്നാണ് വരിക, അപ്പോൾ ഞാൻ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇനി വൊക്കാബുലറിയിലേക്ക് വരുമ്പോൾ ഇന്ന ഏരിയകളിൽ നിന്നാണ് വരിക, മുൻ വർഷം ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ളൂ, അപ്പോൾ ഞാൻ ഇന്ന ഏരിയ പഠിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വൊക്കാബുലറിയിൽ തന്നെ ചില കോമ്പണൻസ് ഉണ്ടാവും. പണ്ട്, അതായത് 2013 തുടങ്ങിയ സമയത്തൊക്കെ ചിലപ്പോൾ കുറേ ചോദിച്ചിട്ടുണ്ടാവും, പിന്നെ അധികം ചോദിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ ആംഗിളിനെ അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ എലിമിനേറ്റ് ചെയ്ത് പഠിച്ചാലും കുഴപ്പമില്ല, കാരണം അത് വരുന്നതല്ല. അപ്പോൾ ഈ ക്ലാരിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഗ്രാമറിൽ നിന്ന് വരിക, എന്താണ് വൊക്കാബുലറിയിൽ നിന്ന് വരിക. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഗ്രാമർ എന്ന് പറയുന്ന ഭാഗത്തിൽ ഏതൊക്കെ ഏരിയാസാണ് ക്ലീയിൽ പൊതുവെ കാണാറുള്ളത് എന്നുള്ളതാണ്. അത് നമുക്ക് പരിശോധിക്കാം. സോ നമുക്ക് ആദ്യത്തെ ഏരിയ നോക്കാം. അത് ഗ്രാമറിൻ്റെ ഭാഗമാണ്. ഗ്രാമറിലെ ഏരിയയിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രിപ്പൊസിഷനാണ്. എന്താ പ്രിപ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ? പ്രിപ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് സ്പീച്ചാണ്. സെൻറ്റൻസിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കോമൺലി യൂസ് ചെയ്യുന്ന പ്രിപ്പൊസിഷൻസ് ഏതൊക്കെയാണ്? ഇന്ന്, അറ്റ്, ഓൺ, ഓവർ, അണ്ടർ, ബിനീത്ത്, എക്രോസ്, ഇതൊക്കെ നമ്മൾ പൊതുവിൽ യൂസ് ചെയ്ത് വരുന്നതാണ്. പക്ഷേ ഇതിലൊക്കെ പ്രിപ്പൊസിഷൻ പഠിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു കോഡുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും. ആ സ്ഥലങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സംഗതി സ്റ്റോപ്പ് ചെയ്യാണ്, ഒരു ജേർണി സ്റ്റോപ്പ് ചെയ്യാണ്, അവിടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക അറ്റാണ്. വി സ്റ്റോപ്ഡ് അറ്റ് ഇന്ന പർട്ടിക്കുലർ സ്ഥലം. അപ്പോൾ അങ്ങനെയുള്ള കോഡ്സിലൂടെ നമ്മൾ ഈ സംഗതികളെ പഠിക്കുകയാണെങ്കിൽ, പിന്നെ ഓൺ, ഇൻ, ഇപ്പോൾ ബസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പൊസിഷൻ അല്ല നമ്മൾ ബൈക്കിൽ വരികയാണെങ്കിൽ ഉപയോഗിക്കുക. ഒരു സംഗതി ഒരു ടേബിളിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഉപയോഗിക്കുന്നതല്ല താഴെ വെക്കുമ്പോൾ ഉപയോഗിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കോഡുകളിലൂടെ നമ്മൾ പ്രിപ്പൊസിഷൻ പഠിച്ചാൽ കുറേ കൂടി അത് നമ്മളെ മനസ്സിൽ നിൽക്കും. അവിടെ നിങ്ങൾക്കൊരു കോച്ചിങ് യഥാർത്ഥത്തിൽ വലിയ ഹെൽപ്പാവും. കാരണം ഈ രീതിയിൽ ഇത് പഠിച്ചാൽ ഇത് എളുപ്പമാണ്. നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിലൊരു വലിയ പ്രശ്നം, സ്കൂളുകൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. അവരൊരു തിയറി എടുക്കും, ആ തിയറി അങ്ങനെ പറഞ്ഞു പോകുമെന്നല്ലാതെ അതിനെ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളതിലേക്ക് നമ്മൾ എത്തിയാൽ തന്നെ കുറേയൊക്കെ പ്രിപ്പൊസിഷൻസും ഒക്കെ നമുക്ക് ഗ്രാമർ പാർട്ടിൽ എളുപ്പമുള്ള ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രിപ്പൊസിഷൻ കഴിഞ്ഞാൽ വരുന്ന ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട ഏരിയയാണ് ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രധാനമായിട്ടും 3 ആർട്ടിക്കിൾസ്, എ ആൻഡ് ദ, അല്ലേ? ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പൊതുവിൽ ഒരു നൗണിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കുക. അതിപ്പോൾ സ്പെസിഫിക് ആണോ ജനറൽ ആണോ എന്നൊക്കെ മനസ്സിലാക്കുക. ഇപ്പോൾ ദ എന്ന് പറയുന്നത് ഉപയോഗിക്കുമ്പോൾ തന്നെ ദി ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിൽ എന്ന് പറയും. അപ്പോൾ അവിടെ സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾസിനെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വോവൽ സൗണ്ട്സിൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എൻ ഡാഷ് വ്യൂ, ഇറ്റ് ഈസ് എൻ അമേസിംഗ് വ്യൂ. അപ്പോൾ അമേസിങ്ങിൻ്റെ മുന്നേ നമ്മൾ എന്ത് ഉപയോഗിച്ചു? ആൻ ഉപയോഗിച്ചു. ഇറ്റ് ഈസ് എൻ അമേസിംഗ് വ്യൂ, അമേസിംഗ്. അപ്പോൾ അമേസിംഗ് പറയുന്നതിന് മുന്നേ ആൻ ഉപയോഗിക്കുന്നു. അപ്പോൾ വവൽ സൗണ്ട്സിൻ്റെ മുന്നേ ആൻ ആണ് വരിക. അപ്പോൾ അതുപോലെ തന്നെ എ വരുന്ന സ്ഥലങ്ങളുണ്ട്, ആൻ വരുന്ന സ്ഥലങ്ങളുണ്ട്, ദാ വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആർട്ടിക്കിൾസിൽ പൊതുവെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പ്രിപ്പൊസിഷൻസ് നിന്നാണെങ്കിലും ആർട്ടിക്കിൾസ് നിന്നാണെങ്കിലും പണ്ട് ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് വരാറുണ്ടായിരുന്നു. ഞാൻ രണ്ടെന്നും ക്ലബ് ചെയ്തിട്ടാട്ടോ പറയുന്നത്. മൂന്ന് ക്വസ്റ്റ്യൻസ് വരെ 2 ഏരിയാസിനും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുന്നു, ഈ പ്രൊപ്പോസിഷനൊക്കെ പഠിക്കുമ്പോൾ ഇതിങ്ങനെ ബൈഹേർട്ട് പഠിക്കുക അല്ലാതെ ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ട്രിക്കുകളിലൂടെയും ടിപ്സിലൂടെയും പഠിച്ചാൽ കുറേ കൂടി എളുപ്പമുണ്ടാവും.
ഗ്രാമറിൻ്റെ ഏരിയയിൽ തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമുക്ക് അഡ്ജക്റ്റീവുകൾ വരുന്നത്. അഡ്ജക്റ്റീവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവേ നൗണിനെ ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ അഡ്ജക്റ്റീവിന് ഉപയോഗിക്കുന്നത്. ഒരു നൗൺ ഉണ്ടാവും, ആ നൗണിനെ ഇപ്പോൾ ഒരു വ്യക്തിയെ ഒക്കെ ക്വാളിഫൈ, ഹി ഈസ് എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. അപ്പോൾ ആ പേഴ്സണ് ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുമ്പോൾ നൗണിനെ ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ പൊതുവിൽ എന്ത് ഉപയോഗിക്കുന്നത്? അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ പല ഫോമിലുണ്ടെന്ന് നിങ്ങൾക്കറിയാൻ മതിയായിരിക്കും. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ബേസ് ഫോമിലുണ്ട്, കമ്പാരറ്റീവ് ഉണ്ട്, സൂപ്പർലേറ്റീവ് ഉണ്ട്. പക്ഷേ എക്സാമിന് വരുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. കാരണം എന്തിലാണ് ചോദിച്ചിരിക്കുന്നത്, അവിടെയാണ് ഈ സബ്ജക്റ്റ് റിലവൻ്റ് ആവുന്നത്. കാരണം എന്താ, ഇപ്പോൾ സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ, ഇപ്പോൾ ഹീ ഈസ് എ ഫണ്ണി പേഴ്സൺ, അപ്പോൾ അവിടെ ഫണ്ണി എന്നുള്ളത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഫണ്ണി എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിലോ ഹീ ഈസ് ഫണ്ണിയർ ദാൻ അരുൺ, അപ്പോൾ അവിടെ അരുണും ഉണ്ട്, ഹീയും ഉണ്ട്, അപ്പോൾ രണ്ടാളുകളുണ്ട്. ഹീ ഈസ് ഫണ്ണിയർ ദാൻ അരുൺ, അപ്പോൾ കമ്പാരിറ്റീവായി. ഇനിയിപ്പോൾ സൂപ്പർലേറ്റീവ് ആണെങ്കിൽ നമുക്ക് പിന്നെ ഹീ ഈസ് ഫണ്ണിയസ്റ്റ് എമംഗ് ദി ഫാമിലി. അപ്പം ഫാമിലി എന്ന് പറഞ്ഞാൽ കുറേ ആളുകളാണ്, രണ്ടിൽ കൂടുതൽ ആളുകളായി. അപ്പോൾ അവിടെ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കണം, ഫണ്ണിയസ്റ്റ്. അപ്പോൾ ഫണ്ണി ചിലപ്പോൾ വരും, ഫണ്ണിയർ വരും, ഫണ്ണിയസ്റ്റ് വരും. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കൃത്യമായിട്ട് പറ്റണം, ഏതാണ് അവിടെ വരുന്നത്. അതിൻ്റെ സബ്ജക്റ്റ് നമ്മൾ നോക്കണം. അപ്പോൾ അഡ്ജക്റ്റീവിൻ്റെ ഏരിയയിൽ നിന്ന് 3 to 5 ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾ ക്ലിയിൽ എക്സ്പെക്ട് ചെയ്യണം. സ്ഥിരമായി ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം തന്നെയാണ്. നൗണിനെ ക്വാളിഫൈ ചെയ്യാനാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് പൊതുവിൽ ഉപയോഗിക്കാറുള്ളത്. അടുത്ത വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് സബ്ജക്റ്റ് വേർഡ് കോൺകോർഡ്. ഞാനത് വളരെ റിലവൻ്റ് എന്ന് പറയുമ്പോൾ ചില വർഷങ്ങളിൽ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, എന്നാൽ ചില വർഷം ഇതിൽ ക്വസ്റ്റ്യൻസേ കാണാറില്ല. അപ്പോൾ നമുക്കങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, നോക്കിപ്പോയേ മതിയാവുള്ളൂ. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു കണക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അതിൽ സബ്ജക്റ്റ് ഏതാണ് എന്ന് കണ്ടെത്തുക ആണ് സബ്ജക്റ്റ് വേർബ് കോൺകോർഡ്സിൽ നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, ചിലപ്പോൾ നിങ്ങൾ നോക്കുന്ന തൊട്ട് മുന്നേ ഉള്ള പ്രീവിയസ് ഇയർ പേപ്പറിൽ ഇതിൻ്റെ ഒരു ഏരിയ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, നിങ്ങൾ കാണില്ല. അപ്പോൾ അന്ന് വിചാരിച്ച് ഇത് വരില്ല എന്ന് വിചാരിക്കരുത്. മുൻ വർഷങ്ങളിലെ പേപ്പറുകളിൽ സബ്ജക്റ്റ് വേർബ് കോൺകോർഡ്സ് വന്നിട്ടുണ്ട്. സബ്ജക്റ്റും വേർബും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സബ്ജക്റ്റ് നോക്കണം, സബ്ജക്റ്റ് പ്ലൂറലാണോ സിംഗുലർ ആണോ എന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് അവിടെ വേർബിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയാണ്. ഇവിടെയും ഞാൻ പറയുന്നു 3 മുതൽ 5 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം. 5 ഉണ്ടാവില്ലെങ്കിലും 3 ക്വസ്റ്റ്യൻസ് എങ്കിലും 3ന് തയ്യാറെടുത്ത് പോയാൽ നല്ലത് എന്ന് പറയാം ലളിതമായിട്ട്. അടുത്ത ഒരു ഏരിയയാണ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. പൊതുവിൽ ഡയറക്റ്റായിട്ട് തന്ന ഒരു സെൻറ്റൻസിനെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുക, അതാണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരില്ല. ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ഏരിയയാണ്. കാരണം കാണുമ്പോൾ വളരെ സിമ്പിളാണ്. എന്താണ്, എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറയുന്ന ഒരാളോടൊരു കാര്യം പറഞ്ഞു, ഇത് കേട്ട സി മറ്റൊരാളോട് പോയി പറയാം, ഇതാണ് സംഗതി. പക്ഷേ ഈ സംഗതി ഗ്രാമറിലേക്ക് വരുന്ന സമയത്ത് കുറേ കുട്ടികൾ പൊതുവിൽ തെറ്റിക്കാറുണ്ട്. പക്ഷേ നമ്മളെ മക്കളൊക്കെ നമ്മളിപ്പോൾ വർക്ക് ബുക്ക് കൊടുക്കുന്നതിനെ കൊണ്ട് വർക്ക് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കൊടുക്കും കുട്ടികൾക്ക്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടി ഈ ഒരു ഏരിയയിൽ. കാരണം ഒരുവിധം ആ ഏരിയയുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊരു കോൺഫിഡൻസ് കിട്ടി എന്നവർ പറയാറുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ഏരിയയും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഞാൻ പറയും 5 ക്വസ്റ്റ്യൻസ് വരും എന്ന് തന്നെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ എക്സാമിന് പോകണം. ഗ്രാമറിൻ്റെ ഏരിയയിൽ പിന്നെ നമുക്ക് വരുന്ന ഒരു ഭാഗമാണ് പ്രൊനൗൺസ്. പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? ഹൂ, ഹും, ദിസ്, ദോസ്, ദാറ്റ്, അങ്ങനത്തെ ദാറ്റ് ഇല്ല, ഹൂ, ഹും, ദിസ്, ദോസ്, ദീസ് ഒക്കെ വരുന്നതാണ് നമ്മൾ പ്രൊനൗണിൻ്റെ ഏരിയയിൽ വരുന്നത്. ഇവിടെ പ്രൊനൗൺസ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറുള്ളത് ഒരു തവണ നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏതെങ്കിലും ഒരു എക്സ് ഓർ വൈ പേഴ്സൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അയാളെ റെഫർ ചെയ്യുന്ന സമയത്ത് അയാളെക്കുറിച്ച് പറയുമ്പോൾ ദിസ് ഈസ് ദ പേഴ്സൺ അബൌട്ട് ഹും ഐ വാസ് ടോക്കിംഗ്, ദിസ് ഈസ് ദ പേഴ്സൺ അബൌട്ട് ഹും ഐ വാസ് ടോക്കിംഗ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഇയാളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം അയാളെ പറഞ്ഞു, അത് കഴിഞ്ഞ് രണ്ടാമത് അയാളെ റെഫർ ചെയ്യുമ്പോഴാണ് നമ്മൾ പൊതുവിൽ പ്രൊനൗൺസ് യൂസ് ചെയ്യാറുള്ളത്. ക്ലീയിൽ പൊതുവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറില്ലെങ്കിലും ക്ലീയിൽ നമ്മൾ പ്രൊനൗൺസിൻ്റെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോകണം. ഇനി വരികയാണെങ്കിൽ ടെൻസസ് ആണ്. ടെൻസസിലേക്ക് വരുന്ന സമയത്ത് എല്ലാവർക്കും ടഫായിട്ടുള്ള ഒരു ഏരിയയാണ് ടെൻസസ്. എന്നാൽ ടെൻസസ് ഭയങ്കര എളുപ്പമാണ് ഇൻഫാക്ട്. പക്ഷേ നമ്മളത് പഠിക്കുന്ന രീതിയാണ് പ്രശ്നം. നമ്മൾ ഈ പണ്ടത്തെ ഗ്രാമർ സ്കൂളിലെ കോൺസെപ്റ്റിൽ ടെൻസസ് മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രശ്നം. നിങ്ങൾ ഇതിന് ചെറിയ ട്രിക്കുകളും വഴികളും ഒക്കെ ഉണ്ട്. ആ വഴികളിലൂടെ നിങ്ങളിത് പഠിച്ച് മനസ്സിലാക്കിയാൽ ഇത് വളരെ എളുപ്പമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെങ്കിലും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലും ഈ ഒരു ആംഗിളിലാണ് പൊതുവിൽ ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. എന്നാൽ ഫ്യൂച്ചർ ടെൻസെന്നും മറ്റുമൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ടെൻസ് ഐഡൻറ്റിഫൈ ദ ടെൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 5 ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. അടുത്ത വരുന്ന ഒരു ഏരിയയാണ് ആക്റ്റീവ് പാസീവ് വോയിസ്. നമ്മൾ പണ്ടേ സ്കൂളിൽ പഠിച്ച ഒരു സംഗതി ഉണ്ടല്ലോ, നമുക്കൊക്കെ ഓർമ്മയുള്ള ഒരു സംഗതിയാണ്. എന്താണ്, രാമൻ കിൽഡ് രാവണ, എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങോട്ടേക്ക് മാറ്റാൻ പറയും, രാവണ വാസ് കിൽഡ് ബൈ രാമ, അല്ലേ? അപ്പോൾ അതേ സംഗതി തന്നെയാണ് ഇവിടെ വരുന്നത്. ആക്റ്റീവിൽ നിങ്ങൾക്കൊരു സെൻറ്റൻസ് വരും, എന്നിട്ട് അതിനെ പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. തിരിച്ച് പൊതുവിൽ കാണാറില്ല, പക്ഷേ വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പൊതുവിൽ ആക്റ്റീവ് പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രാമറിൻ്റെ ഭാഗത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ചോദ്യങ്ങൾ. ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്,
ഇതിലെ എല്ലാ ഏരിയയും അത്ര എളുപ്പമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ചില ഏരിയകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടഡ് സ്പീച്ച് ആണെങ്കിലും ടെൻസസ് ആണെങ്കിലും ഒക്കെ. ബാക്കി ഏരിയയൊക്കെ എനിക്ക് തോന്നുന്നു അത്ര ബുദ്ധിമുട്ടുള്ളതല്ല എന്ന്. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രിപ്പറേഷൻ ഇതിന് നടത്തിയാൽ, ഒരു കൃത്യമായ കോച്ചിങ് എടുത്താൽ ഈ ഏരിയകൾ ഇപ്പം ഞാൻ പറഞ്ഞ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയ പോലും നിങ്ങൾക്ക് സിമ്പിളാവും. കാരണം വർക്ക് ബുക്കിലുള്ള ഞങ്ങളുടെയൊക്കെ വർക്ക് ബുക്കിൽ കുട്ടികൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് എത്രയോ തവണ ഞങ്ങളോട് പറയാറുണ്ട്. ഇപ്പോൾ ആ ഏരിയ ഇപ്പോൾ ഈസിയാണ്. കുറേ ക്വസ്റ്റ്യൻസ് അതിൽ ഞങ്ങൾ വർക്കൗട്ട് ചെയ്തതുകൊണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒരു പ്രോപ്പർ ഗൈഡിന് തിരയുകയാണെങ്കിൽ, ഒരു റൈറ്റ് കോച്ചിങ് തിരയുകയാണെങ്കിൽ, ലോമിൻസ് ജോബ് സെക്യൂർ ക്യാൻ ഓഫർ ദാറ്റ്. ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ള ആളാണ്, വീട്ടിലിരുന്ന് പഠിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ ബാച്ചിൻ്റെ ഓപ്ഷൻ നോക്കാം. ഇനി അതല്ല ഓഫ്ലൈനിൽ വന്ന് പഠിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. നിങ്ങൾ +2 സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിങ്ങോ മറ്റോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വീക്കെൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകളുണ്ട്, വീക്കെൻഡ് റെഗുലർ ബാച്ചുകളുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി ജോബ് സെക്യൂറിയുടെ ഒപ്പം കൂടാം, ഞങ്ങളുടെ ഒപ്പം പഠിക്കാം, ഞങ്ങളിൽ നിന്ന് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് സീക്ക് ചെയ്യാം. സോ ഈ ഒരു ചുരുങ്ങിയ നേരം കൊണ്ട് നമ്മൾ പരിശോധിച്ചത് ഗ്രാമർ ഏരിയയിൽ ഏതൊക്കെ കോമ്പണൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക, അതിൻ്റെ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടാവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഞാനിതൊക്കെ പറഞ്ഞത് മുൻ വർഷത്തെ പേപ്പറുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് ചില വർഷങ്ങളിൽ ചിലപ്പോൾ മാറാട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് വൊക്കാബുലറിയുടെ ആംഗിളാണ്. വൊക്കാബുലറിയുടെ സൈഡിൽ നിന്നും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതാണ് നോക്കുക. ആദ്യത്തത് റീഡിംഗ് കോംപ്രഹെൻഷനാണ്. റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എന്താണ്. ആദ്യം ഒരു പാസേജ് വരും. ആ പാസേജിൻ്റെ ബേസിസിൽ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പൊതുവിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവാറുള്ളത്. അതായത് ഒരു പാസേജും അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 ക്വസ്റ്റ്യനും ഒറ്റ പാസേജ് ഉണ്ടാവാറുള്ളൂ. പക്ഷേ 2022 എന്ന് പറയുന്നൊരു വർഷം ഉണ്ടായിരുന്നു. ആ വർഷത്തിൽ ഏകദേശം 19ഓളം ക്വസ്റ്റ്യൻസ് പാസേജിൻ്റെ ഏരിയയിൽ നിന്ന് വന്നു. കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കോംപ്രഹെൻഡ് ചെയ്യാൻ എന്താണ് വഴി എന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 23 എൻട്രൻസിൽ നമ്മളെടുത്ത് വരുമ്പോൾ. അപ്പോൾ നമ്മളവർക്ക് ചെയ്തു കൊടുത്തത് എന്താണ്, നമ്മളവർക്ക് കുറേ പാസേജസിൻ്റെ എക്സ്പോഷർ കൊടുത്തു. 40ഓളം പാസേജസ് ആ വർഷം കുട്ടികൾ ചെയ്യുകയാണ് ചെയ്തു. 40 എന്ന് പറയുമ്പോൾ 200 ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പോഷർ കുട്ടികൾക്ക് കിട്ടിയപ്പോൾ ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നുള്ള ഏരിയയിൽ അവർ വളരെ കോൺഫിഡൻ്റ് ആയി. ഞാൻ പറയുന്നത് എല്ലാ വർഷവും അങ്ങനെ വരുമെന്നല്ല, പക്ഷേ റീഡിംഗ് കോംപ്രഹെൻഷനൊക്കെ ഭയങ്കര സിമ്പിളാണ്. പാസേജ് നോക്കി വായിച്ച് ഉത്തരം കിട്ടുന്ന അതെനിക്ക് അറിയാലോ എന്ന് ചിന്തിക്കരുത്. അതിനത്ര ഈസി ആയിട്ട് കാണരുത്. കാരണം അങ്ങനെ ഈസി ആയിട്ട് കണ്ടതുകൊണ്ടാണ് 22ലെ പേപ്പർ ടഫാണ് എന്നിപ്പോഴും പറയുന്നത്. അപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിന്നും പൊതുവിൽ 5 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അത് ചിലപ്പോൾ 6 ക്വസ്റ്റ്യൻസും ആവാം. പൊതുവിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഒറ്റ പാസേജാണ് ചോദിക്കാറുള്ളത്. വൊക്കാബുലറിയുടെ ഏരിയയിൽ സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് ഈ സിനണിം ആൻറ്റണിം വരുന്ന ഏരിയ. എന്താ ഈ സിനണിം ആൻറ്റണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനണിം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ നമ്മൾ പഠിക്കില്ലേ അതേ അതായത് ഒരു വാക്കിൻ്റെ സെയിം മീനിങ് വരുന്ന മറ്റൊരു വാക്ക്. ഇപ്പോൾ ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ബിസ്പോക്ക് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനണിം എന്താണ്? ഒരു വർഷത്തെ ക്ലിയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. ബിസ്പോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു വാക്കല്ല, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള എന്നൊരു മീനിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ ആൻറ്റണിം ചോദിക്കും. ആൻറ്റണിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇപ്പോൾ പെർട്ടർബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, പെർട്ടർബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നോയ്സി ആയിട്ടുള്ള ബഹളം ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ആകെ കച്ചറ, ഭയങ്കര സൗണ്ട്, അങ്ങനെയുണ്ടല്ലോ. ഇതിനെയാണ് നമ്മൾ പെർട്ടർബ്ഡ് എന്ന് പറയുക. ഇതിൻ്റെ ആൻറ്റണിമായിട്ട് വരുന്ന വാക്കാണ് ക്വയറ്റ് ആയിട്ടുള്ള, കാം ആയിട്ടുള്ള എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സിനണിം ആൻറ്റണിം ഏരിയാസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പണ്ടത്തെ അതായത് പഴയ 200 ക്വസ്റ്റ്യൻസിൻ്റെ ക്ലീ പാറ്റേൺ നമുക്ക് ഏകദേശം 5 ക്വസ്റ്റ്യൻ സിനണിമെന്നും 5 ക്വസ്റ്റ്യൻ ആൻറ്റണിമെന്നും എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ പാറ്റേണിൽ ഒരു 3 ക്വസ്റ്റ്യനൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. അത് തന്നെ വളരെ സിമ്പിളായിരുന്നു എന്നും പറയണം കേട്ടോ. അപ്പോൾ സിനണിം ആൻറ്റണിമാണ് വൊക്കാബുലറിയിലെ രണ്ടാമത്തെ ഒരു ഏരിയ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ഒരു ഏരിയ ആയിട്ട് വരുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഗ്രാമർ ആംഗിളിലും പോവാം, ചിലപ്പോൾ വൊക്കാബുലറി ആംഗിളിലും പോവാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിന് ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ട് ഈ ബ്ലാങ്കിൽ എന്തായിരിക്കും വരിക എന്നുള്ളതാണല്ലോ നമ്മൾ അവിടെ ഫില്ല് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരികയാണെങ്കിൽ നമ്മൾ ക്ലിയർ പേപ്പറിൽ തന്നെയുള്ള ഒരു സംഗതി വായിക്കാം. റിസൾട്ട്സ് ഓഫ് ഓൾ ദീസ് പ്ലാൻസ് വുഡ് ബി ഡാഷ് ഇഫ് ദേ ആർ നോട്ട് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ്. റിസൾട്ട്സ് ഓഫ് ഓൾ ദീസ് പ്ലാൻസ് വിൽ ബി ഡാഷ് ഇഫ് ദേ ആർ നോട്ട് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ്. എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫ്യൂട്ടൈൽ, ഫ്രൂട്ട്ഫുൾ, ഡിസ്ട്രോയിഡ്, എൻകറേജ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും വൊക്കാബുലറിയുടെ ആംഗിളിൽ നിന്ന് വന്നൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചിലപ്പോൾ വൊക്കാബുലറി ആംഗിളിൽ നിന്ന് തന്നെ വരണം എന്നില്ല, ഗ്രാമർ പാർട്ടിലും വരാം. പക്ഷേ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത് വൊക്കാബുലറിയുടെ പെർസ്പെക്റ്റീവിൽ വരുന്നതാണ്. ആ ഒരു ആംഗിളിൽ നിന്നാണ് പൊതുവിൽ ക്വസ്റ്റ്യൻസ് കാണാറ്. എന്താ അവിടെ ഉപയോഗിക്കേണ്ട വാക്കെന്താ, റിസൾട്ട്സ് ഓഫ് ഓൾ ദീസ് പ്ലാൻസ് വുഡ് ബി ഫ്യൂട്ടൈൽ ഇഫ് ദേ ആർ നോട്ട് പ്രോപ്പർലി ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വൊക്കാബുലറി സൈഡിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് വരാറുള്ളത്. പൊതുവിൽ
5 ക്വസ്റ്റ്യൻസ് പഴയ പാറ്റേണിൽ കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് 3ഉം 2ഉം ഒക്കെ ആയിട്ട് ചുരുക്കിയിട്ട് 3 വരെ നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. അടുത്ത വൊക്കാബുലറിയുടെ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് എന്നുള്ളത്. എന്താണ് ഇഡിയംസ് അല്ലേ? ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് വേർഡ്സ് വിച്ച് ഈസ് ഹാവിങ് എ മീനിങ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ടു ഇറ്റ്സ് ലിറ്ററൽ മീനിങ്. ഇപ്പോൾ നമുക്ക് ലിറ്ററലി ആ സെൻറ്റൻസ് ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന മീനിങ് ആയിരിക്കില്ല അതിൻ്റെ ഇഡിയോമാറ്റിക് മീനിങ് ആയിട്ട് വരിക. പലപ്പോഴും ഞാൻ എക്സാമ്പിളായിട്ട് പറയാറുള്ളത് ഒന്ന് തന്നെയാണ് പീസ് ഓഫ് കേക്ക്. എന്താ പീസ് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ കഷ്ണം. പക്ഷേ അതിനെ ഇഡിയമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് പീസ് ഓഫ് കേക്ക് മീൻസ് എൻ ഈസി ടാസ്ക്. അപ്പോൾ ഇങ്ങനെ ക്ലീയിൽ നമുക്ക് പണ്ടത്തെ പാറ്റേണിൽ 5 ക്വസ്റ്റ്യൻസ് ഇഡിയംസ് എന്ന് വരാറുണ്ട്. അതിൽ 2 ഫ്രേസസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ ഒരു 3:2 അങ്ങനെ ഒരു പാറ്റേണിലാണ് കാണാറുള്ളത്. 3 ഇഡിയവും 2 ഫ്രേസും ഇൻ്റർചേഞ്ചബിളിയും വരാറുണ്ട്. പറഞ്ഞു വരുന്നത് ഇത്രയാണ്, 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ 120 ചുരുങ്ങിയപ്പോൾ 3 ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. നമ്മളെന്തായാലും ഒരു 3-5 എന്ന രീതിയിൽ പ്രതീക്ഷിക്കണം. അപ്പോൾ ഇഡിയംസ് ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ ഒരുപാട് ഇഡിയംസ്, ഇപ്പോൾ ആയിരക്കണക്കിന് ഇഡിയംസ് ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. പക്ഷേ ഇതെല്ലാം പഠിക്കുകയാണോ ക്ലിക്ക് ചെയ്യേണ്ടത്? അല്ല. നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്, എന്താണ് വരാ. അപ്പം ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഇതിൻ്റെയൊക്കെ മെറ്റീരിയലുകളുണ്ട്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് കൃത്യമായിട്ട് ചോദിക്കുന്ന ഇഡിയത്തിൻ്റെ ഒരു വലിയ സെറ്റ് ഓഫ് മെറ്റീരിയൽ ഉണ്ട്. അതിലൊരു 100-200 ഇഡിയംസാണ് നമ്മളെ കയ്യിലുള്ളത്. അതേ വരുള്ളൂ. കാരണം അത് തന്നെ തിരിച്ചും മറിച്ചും ചോദിക്കലാണ് സ്ഥിരമായിട്ട്. അതുകൊണ്ടാണ് ഈ കോച്ചിങ് എടുക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിൻ്റെ ഏരിയയിൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ട് ഇത് എവിടെ നിന്ന് വരും എന്നറിയാം. അല്ലാതെ ഗൂഗിളിലുള്ള ഒരു 1000 ഇഡിയം പഠിച്ചു പോയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഒരു പ്രോപ്പർ സ്കോറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് ഒക്കെ ഒരു വർഷം ക്ലിയർലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് എന്ന ഇഡിയത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഒരു ശീലമൊക്കെ ഇപ്പോഴും ക്യാരി ചെയ്യുന്ന, അങ്ങനെ ചിന്തിക്കുന്ന അച്ഛനും അമ്മയൊക്കെ ഓൾഡ് ബ്ലോക്കിൻ്റെ ചിപ്പ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. ചിപ്പ് ഓഫ് ദി ഓൾഡ് ബ്ലോക്ക് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പിന്നെ ഹീസ് എ ചിപ്പ് ഫ്രം ദി ഓൾഡ് ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്. അപ്പോൾ ഇഡിയംസും ഫ്രേസസും വളരെ പ്രധാനപ്പെട്ട രീതിയാണ്. 5ഓളം ക്വസ്റ്റ്യൻസ് മുൻ വർഷങ്ങളിൽ ഇതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 3 ചോദ്യവും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൊക്കാബുലറിയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ഭയങ്കര സിമ്പിളാണല്ലോ, ഞങ്ങൾ കൊണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. സ്പെല്ലിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. ഞാനത് ഓപ്പൺലി തന്നെ പറയാം. സ്പെല്ലിംഗ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. പണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ സ്പെല്ലിങ്ങിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷേ നിങ്ങൾ ഈ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ തെറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ റിസീവ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഓപ്ഷൻ, റിസീവ് എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കുന്ന സ്പെല്ലിംഗ് കേട്ടോ. റിസീവിന് RECIEVE ഇങ്ങനെ 4 ഓപ്ഷൻസ് വരും. RECEVE വരും. അപ്പോൾ ഈ 4 ഓപ്ഷൻസും കണ്ട് ആൻസറിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈവൻ ഇഫ് യു നോ ദ ആൻസർ നിങ്ങൾ തെറ്റിക്കും. കാരണം ഇത് EI ആണോ IE ആണോ എന്ന കൺഫ്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് സ്പെല്ലിങ്ങിൽ പലപ്പോഴും ഇത് തെറ്റാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ സ്പെല്ലിങ് പഠിക്കുമ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇതിനും ഞാൻ പറയുന്നു ഒരു സെറ്റ് ഓഫ് സ്പെല്ലിങ്സ് ഉണ്ട്. ഇത് തന്നെയാണ് ആവർത്തിച്ച് തിരിച്ചും മറിച്ചും ചോദിക്കാറുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരാളിൽ നിന്ന് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിന് സ്പെല്ലിങ്സ് ക്രാക്ക് ചെയ്യാൻ പറ്റും. സ്പെല്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കണക്റ്റഡായിട്ട് പറയാനുള്ളത് 2 രീതിയിലാണ് ചോദ്യം ചോദിക്കുക. 4 സ്പെല്ലിങ്സ് വന്നിട്ട് അതിലേതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തരും. അത് ഒരു സ്റ്റൈലാണ്. പിന്നെ മറ്റൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്പെല്ലിങ് തരും. 4 ഡിഫറെൻറ്റ് വേർഡ്സ് തരും. അതിനകത്ത് ഇൻകറക്റ്റ് സ്പെല്ലിംഗ് ഏത് വേർഡിനാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഉണ്ടാവാറുണ്ട്. പണ്ടത്തെ പാറ്റേണിൽ 5 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പാറ്റേണിൽ 2 3 6 ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വൊക്കാബുലറിയിൽ നിന്ന് വരുന്ന ഒരു ഏരിയയാണ് കൺഫ്യൂസ്ഡ് വേർഡ്സ്. ഇതൊരു വളരെ റീസെൻ്റായിട്ട് കൊണ്ടുവന്ന ഒരു ഡെവലപ്മെൻ്റ് ആണ്. ലൈക്ക് കൺഫ്യൂസ്ഡ് വേർഡ്സ് എന്ന് പണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 20-ന് ശേഷമൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് കൂടുതലും ക്ലിയേക്കാൾ കൂടുതൽ ഞാൻ ഈ ഒരു ഏരിയ കണ്ടിട്ടുള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെയൊക്കെ എൻട്രൻസ് എക്സാമിനേഷനാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ തന്നെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ കൺഫ്യൂസ്ഡ് വേർഡ്സ്, ഒരേ പ്രൊനൗൺസിയേഷൻ വരുന്ന ഡിഫറെൻറ്റ് വേർഡ്സാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇല്ലിസിറ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ഇല്ലിസിറ്റ്. ഇനി എലിസിറ്റ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഇത് രണ്ടും സമാന നിലയ്ക്ക് നമ്മൾ പറയുന്ന സമയത്ത് ഒന്നായിട്ട് തോന്നുമെങ്കിൽ പോലും 2-ന് 2 മീനിങ് ആണ്. ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പാണ്. എലിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളിൽ നിന്നും നമ്മൾ ചൂഴ്ന്നെടുക്കുക എന്നൊക്കെ. ഞാൻ അയാളിൽ നിന്ന് ഐ ഹാവ് എലിസിറ്റഡ് ദറ്റ് തിങ് ഫ്രം ഹിം. പക്ഷേ ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ദേ ഹാവ് എൻ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഇൻ ബിറ്റ്വീൻ ദം. അപ്പോൾ രണ്ടും പറയുമ്പോൾ ഒന്നാണ് എന്ന് തോന്നുമെങ്കിലും 2 എന്നിട്ട് നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നിട്ട് ഇതിനെ 2-നെയും പ്ലേസ് ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങൾ തരും. എന്നിട്ട് ഓപ്ഷൻസിൽ ഇല്ലിസിറ്റ് എലിസിറ്റ്, ഇലിസിറ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതിലിപ്പോൾ ഏതാണ് ഞാൻ എവിടെ വെക്കേണ്ടത് എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. അതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. അക്സെപ്റ്റ് ഉണ്ട്,
പിന്നെ കോമൺലി യൂസ് ചെയ്യുന്ന ഇത്തരത്തിൽ കൺഫ്യൂഷൻ വരുന്ന ഒരുപാട് വാക്കുകൾ ഇങ്ങനെ കാണാറുണ്ട്. ഇതാണ് കൺഫ്യൂസ്ഡ് വേർഡ്സിൻ്റെ ഏരിയയിൽ വരാറുള്ളത്. അപ്പോൾ വൊക്കാബുലറിയെ നമ്മൾ മൊത്തത്തിൽ സമപ്പ് ചെയ്യുമ്പോൾ പൊതുവിൽ ഗ്രാമറിനേക്കാളും എളുപ്പമാണ് വൊക്കാബുലറി. കാരണം കുട്ടികൾക്ക് പൊതുവേ ഗ്രാമർ കുറച്ച് പേടിയും, വൊക്കാബുലറി ഈസിയാണ്. പക്ഷേ വൊക്കാബുലറിയിൽ ഈ പറയുന്ന ഏരിയകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാതെ ക്ലീ എക്സാമിനേഷന് പോയാൽ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. അവിടെയാണ് നിങ്ങൾക്കൊരു റൈറ്റ് കോച്ചിൻ്റെ സഹായം ആവശ്യമായി വരിക. കാരണം ഇതിലൊക്കെ തന്നെ എലിമിനേറ്റ് ചെയ്ത ഏരിയകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ തന്നെ നല്ലൊരു സ്കോർ ക്ലീ പോലുള്ള LLB എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. സോ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയാണ്. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത ഏരിയ ഒന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള ഏരിയയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ്: കൃത്യമായി ഗ്രാമറിൽ നിന്ന് ഏതൊക്കെ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്, വൊക്കാബുലറിയിൽ നിന്ന് ഏതൊക്കെ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി ആവശ്യമില്ലാത്തതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു പഠനത്തിനൊരു പാർട്ട്ണർ വേണമെന്നുണ്ടെങ്കിൽ അതാവാൻ ജോബ് സെക്യൂർ തയ്യാറാണ്. അതിനായി നിങ്ങൾ ലോമിനൻസ് ജോബ് സെക്യൂറിൽ അഡ്മിഷനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.